السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. صدق الله العلي العظيم. من صام يوم عرفة أعطاه الله ثوابا مثل ثواب عيسى عليه السلام، أو كما قال رسول الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ വെള്ളിയാഴ്ച ദിവസം അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കും ബന്ധപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ആഫിയത്തോടുകൂടി ഓർമ്മശക്തിയോടുകൂടി ധാരാളം അഅ്മാലുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട 4 ദിനങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് വെള്ളിയാഴ്ചയാണ്. അതിലൊരു സമയമുണ്ട്. ഫീഹാ സാഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൽ മുസ്ലിമുൻ യസ്അലുല്ലാഹ തആല ശൈഅൻ മിൻ അംരി ദുനിയ വൽ ആഖിറ ഇല്ലാ അഅതാഹുല്ലാഹു ഇയ്യാഹു. അതിലൊരു സമയമുണ്ട്. ഒരു മുസ്ലിമിന്റെ ഇഹപര കാര്യങ്ങൾ എന്തുമാകട്ടെ അത് അല്ലാഹുവിനോട് ചോദിക്കുന്നത് ആ സമയത്തോട് യോജിച്ചു വന്നാൽ തീർച്ചയായും അല്ലാഹു അത് നൽകുന്നതാണ്. അതാണ് ഒന്നാമത്തെ ദിനം, നാം നിലകൊള്ളുന്ന വെള്ളിയാഴ്ച ദിവസം.
രണ്ടാമത് പഠിപ്പിക്കുന്നു അറഫ ദിനമാണ്. ധാരാളം ഇജാബത്തുള്ള ഒരു സമയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ദുആഇൽ ഏറ്റവും ഉത്തമം അറഫ ദിനത്തിലെ ദുആ ആണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസം. അതുകൊണ്ടാണല്ലോ അറഫ ദിനവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും ആ അറഫ മൈതാനിയിൽ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോയ ആളുകളെല്ലാം അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടി പ്രത്യേകമായ ഒരു ബൗണ്ടറിയാണ്. അതിന് കൃത്യമായ അതിന് വരമ്പുകളുണ്ട്. അതിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞ കൃത്യമായിട്ടുള്ള ഓരോന്നിനും ഓരോ ബൗണ്ടറി ഉണ്ട്. അതിന്റെ അകത്തളങ്ങളിലാണ് അറഫ എന്ന് പറയുന്നത്. അവിടെ നാം ചെയ്യേണ്ടത് എന്താണ്? ഹജ്ജിന് പോയ ആളുകൾക്കറിയാം, ആ കുന്നിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയലാണ്. നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം ഏക ഇലാഹായ അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും നീട്ടി പറയലാണ്. പിന്നെ നമ്മുടെ ജീവിതങ്ങളിൽ വന്നുപോയ ആ പാപങ്ങൾ അതിനെ മാച്ചു കളയാനുള്ള സമയങ്ങളാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് ആ മഹത്തായ ആ അറഫ ദിനത്തിൽ അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ആമാലുകളൊക്കെ ചെയ്തു കഴിഞ്ഞ് അവൻ റിട്ടേൺ നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ മൈതാനിൽ നിന്ന് അവൻ വിട പറയുമ്പോൾ ആ മനുഷ്യൻ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞത്. എല്ലാ പാപങ്ങളിൽ നിന്നും ആ വ്യക്തി ശുദ്ധനാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും വളരെ പ്രായശ്ചിത്തം നേടിയിട്ടുണ്ട്. പിന്നെ അവനിൽ ഒരു പാപമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചെങ്കിൽ ആ മഹത്തായ ഒരു ദിവസമാണ് അറഫ എന്നുള്ളത്. നാം നിസ്സാരപ്പെടുത്തേണ്ടതല്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രത്യേകം പറയുന്നത്, നിങ്ങൾ ധാരാളം പ്രാർത്ഥനകളെ കൊണ്ട് സമയങ്ങൾ ചെലവഴിക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ മുഖമുദ്ര. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതാണ്. അറഫ ദിവസം ജനങ്ങളോട് യാചിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ആജിസു ഫീ ഹാദൽ യൗമി യുസ്അലു ഗൈറുല്ലാഹി അസ്സ വജല്ല. ഓ ദുർബല, ഈ ദിവസം അല്ലാഹു തആല അല്ലാത്തവരോട് ആരെങ്കിലും ചോദിക്കുമോ? ആ മനുഷ്യനോട് ചോദിച്ചെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ അറഫ ദിവസം അല്ലാഹുവിനോട് ധാരാളം അടുക്കാനും യാചന അല്ലാഹുവിനോട് ആകണമെന്ന് തന്നെയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അറഫ ദിവസം പ്രാർത്ഥിക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, അയൽപക്ക ബന്ധങ്ങൾ ചേർക്കുക, അകന്നു പോയിരിക്കുന്ന
എല്ലാ ബന്ധങ്ങളെയും കൂട്ടിച്ചേർക്കുക, ഇതൊക്കെ ഈ അറഫ ദിവസത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഹദീസുകൾ അറഫയുടെ മഹത്വത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട 4 ദിവസം, അത് ഒന്ന് വെള്ളി, രണ്ടാമത്തെ അറഫാ ദിനമാണ്. അറഫാ ദിനമായി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് അഭിമാനം പറയും. എന്താ പറയുന്നത്? മലക്കുകളെ, എന്റെ അടിമകളെ നോക്കൂ, അവർ പൊടി പുരണ്ട് മുടി പാറിപ്പറന്ന് സമ്പത്തുകൾ ചെലവഴിച്ച് ശരീരത്തെ ക്ഷീണിപ്പിച്ച് വന്നിരിക്കുന്നത് കണ്ടോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയും. നിങ്ങൾ സാക്ഷി, അന്നീ ഖദ് ഗഫർതു ലഹും, തീർച്ചയായും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു പറയുമെങ്കിൽ, എന്റെ സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, എത്ര വലിയ മഹത്വമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ചെറിയ കാര്യമല്ല അറഫ എന്നുള്ളത്. അപ്പോൾ അറഫയിൽ ശരീരം കൊണ്ട് മാത്രമല്ല അവരുടെ സമ്പത്തുകൾ ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ ശരീരം അങ്ങ് ക്ഷീണിക്കുന്നു. ഹജ്ജിന് പോയ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അറിയാം, അതൊരു വല്ലാത്തൊരു ത്യാഗം തന്നെയാണ്. ഹജ്ജ് എന്ന് പറയുന്നത് തന്നെ ത്യാഗമാണല്ലോ. ആ ത്യാഗത്തിൽ അവരുടെ ശരീരങ്ങൾ പോലും വല്ലാത്ത പ്രയാസത്തിലും ആ വലിയ പൊടിപടലങ്ങളെല്ലാം പിടിച്ചും സമ്പത്തുകൾ ചെലവഴിച്ചും അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ റബ്ബ് മലക്കുകളോട് പറയുന്നത് കണ്ടോ, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കുന്നു, അവർക്ക് അന്നീ ഖദ് ഗഫർതു ലഹും, തീർച്ചയായും ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് അറഫ. പിന്നെയോ മൂന്നാമത്തെ ദിനം ബലിപെരുന്നാൾ ദിവസമാണ്. ആ ദിവസം ഒരു അടിമ ബലികർമ്മം നിർവഹിക്കുമ്പോൾ അതിൽ നിന്ന് ആദ്യം വീഴുന്ന രക്തത്തുള്ളി അവൻ ചെയ്ത സർവ പാപങ്ങൾക്കും പരിഹാരമാണ്. തകൂനു കഫാറത്തൻ ലികുല്ലി ദംബിൻ അമിലഹു അൽ അബ്ദു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒരു തുള്ളി രക്തം, ആ ഒരു തുള്ളി രക്തം ആദ്യം ആ ബലികർമ്മത്തിൽ നിന്ന് ഇറ്റി വീഴുമ്പോൾ അവൻ ചെയ്തു പോയ സർവ പാപങ്ങൾക്കും അത് പരിഹാരമാണ് എന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന അടുത്തി വരുന്ന വ്യാഴാഴ്ച. അൽഹംദുലില്ലാഹ്, അത് കൂടുവാനും അതിൽ നമ്മുടെ അമലുകളുമായി ബന്ധപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നാലാമത്തെ ദിവസം ഈദുൽ ഫിത്തറിന്റെ ദിവസമാണ്. അടിമകൾ റമളാൻ നോമ്പെടുത്ത് പെരുന്നാൾ നിസ്കാരത്തിന് ഇറങ്ങിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയും, ഏത് ജോലിക്കാരും അവന്റെ കൂലി ആവശ്യപ്പെടും. ഏത് ജോലിക്കാരും അങ്ങനെ തന്നെയാണ്. ആ ജോലി കഴിയുമ്പോൾ അവന്റെ കൂലി ആവശ്യപ്പെടും. എന്റെ അടിമകൾ നോമ്പെടുത്ത് പ്രതിഫലം തേടി പെരുന്നാൾ നിസ്കാരത്തിന് ഇറങ്ങിയിരിക്കുന്നു, നിങ്ങൾ സാക്ഷി, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരാശരീരി വരുന്നതാണ്, ഉശ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലഹും യാ ഉമ്മത മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇർജിഉ ഖദ് ബുദ്ദിലത് സയ്യിആതുകും ഹസനാത്ത്. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, നിങ്ങൾ സാക്ഷി, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു അശരീരി വരികയാണ്, മുഹമ്മദിയ സമൂഹമേ, മുഹമ്മദിയ സമുദായമേ,
നിങ്ങൾ മടങ്ങുക, നിങ്ങളുടെ തിന്മകൾ നന്മകളാക്കി മറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടുത്തെ ഒരു അശ്രീരി കേൾക്കാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ മഹത്തായ ദിവസവും ഒരുപാട് പ്രതിഫലങ്ങൾ ഉള്ളതാണ്. നാം എല്ലാവരും പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പെരുന്നാൾ നിസ്കാരമാണ്. പക്ഷേ ആ പെരുന്നാൾ ഒരുപാട് അഅ്മാലുകൾ ചെയ്യണം, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം. എന്നാൽ ധാരാളം മഹത്വങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ അല്ലാഹു 4 മാസങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ മാസം? ഒന്ന് റജബ്, രണ്ടാമത്തെ ദുൽഖഅദാണ്, മൂന്നാമത്തെ ദുൽഹിജ്ജയാണ്, നാലാമത്തെ മാസം മുഹറം മാസമാണ് തെരഞ്ഞെടുക്കപ്പെട്ട മാസം. എന്നാൽ ആ തെരഞ്ഞെടുക്കപ്പെട്ട മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്, ദുൽഹിജ്ജയിലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അതിന്റെ ഹുറുമാത്തുകൾ പാലിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ ആ ദുൽഹിജ്ജയുടെ 8-ന്റെ അന്നും പ്രത്യേകമായ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായ പേരുണ്ട്, തർവിയത്ത് എന്നാണ് അതിന്റെ പേര്. മൻസാമ യൗമ തർവിയത്തി അഅതാഉല്ലാഹു സവാബ അയ്യൂബ അലൈഹിസ്സലാത്തു വസ്സലാം അലാ ബലാഇഹി. അല്ലാഹുവിന്റെ റസൂല് അവിടെന്ന് പറയുകയാണ്, ഒരാൾ തർവിയത്തിന്റെ ദിവസം, അതായത് ദുൽഹിജ്ജ 8-ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന് നൽകിയ പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാം പഠിച്ചവരാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം. എന്നാൽ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തതായ ആ വലിയ രോഗം എത്ര വലുതായിരുന്നു, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ആ രോഗത്തിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന്, ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതിഫലമാണ് അല്ലാഹു ഈ വരുന്ന ചൊവ്വാഴ്ച ദുൽഹിജ്ജ 8-ന്റെ നോമ്പ് നോക്കിയാൽ കിട്ടുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്കറിയാം. അതുകൊണ്ട് ആ ദിവസവും നോമ്പ് നോക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇവിടേക്ക് നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കാര്യവും അവിടുത്തെ ഇഷ്ടം കൊണ്ട് പറഞ്ഞിട്ടില്ല. എല്ലാം വമാ യന്ദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയ്യുൻ യൂഹാ, പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് വഹി നൽകപ്പെട്ടിട്ടല്ലാതെ തന്നിഷ്ടം പ്രകാരം ഒന്നും സംസാരിക്കില്ല എന്ന് പരിശുദ്ധമായ സൂറത്തുൻ നജ്മ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. എന്ത് കാര്യമാണെങ്കിലും വഹി മുഖേനയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറഫ നോമ്പെടുക്കുന്നവന് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് തന്നെയാണ്. അറഫ നോമ്പ് എടുക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഓഫർ എന്താ? വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. വരാനിരിക്കുന്ന ഒരു വർഷം കൂടി ആയുസ് ഉണ്ടാകുമെന്ന സന്തോഷമാണ് ഈ പവിത്രമായ വചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അറഫയുടെ നോമ്പ് എന്നുള്ളത് അത് വലിയ പ്രതിഫലമുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, അവിടെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സിയാമു യൗമി അറഫ
കസിയാമി അൽഫി യൗം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അറഫാ ദിനത്തിലെ നോമ്പ് 1000 ദിവസത്തെ നോമ്പ് പോലെയാണ് എന്ന് ലോകഗുരു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ വരുന്ന ബുധനാഴ്ച ഒരാള് അറഫയുടെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് കിട്ടുന്നത് കസിയാമി അൽഫി യൗം, 1000 ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് പരിശുദ്ധമായ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ ഓഫർ. ഒന്നും രണ്ടുമല്ല. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം എത്രയാണ്? 364ഓളം ദിവസങ്ങളാണ്. എന്നാൽ 1000 ദിവസത്തെ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ ആ മനുഷ്യന് 3 വയസ്സ് കൂടി കൂടുതൽ കിട്ടാണ്. 3 വയസ്സും കൂടി ആ മനുഷ്യന് കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വളരെ കൂലി പ്രതീക്ഷിച്ച് നമ്മൾ പരിശുദ്ധമായ നോമ്പ് നോക്കുന്നത് എങ്ങനെയാണ്? ഈമാനും വഹ്തിസാബൻ, വിശ്വാസത്തിന്റെ പേരിലും കൂലി പ്രതീക്ഷിച്ചവനായ നിലക്ക് എങ്ങനെയെങ്കിലും കടമ തീർക്കലല്ല. എല്ലാവരും നോമ്പ് നോക്കും, ഞാനും നോമ്പ് നോക്കുന്നു, അങ്ങനെയല്ല. അതിൻ്റെതായ ആദാബുകളോടുകൂടി, അതിൻ്റെതായ മര്യാദകളോടുകൂടി നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കസിയാമി അൽഫി യൗം, 1000 ദിവസത്തെ നോമ്പ് പോലെയാണ്. അറഫ നോമ്പിന്റെ മഹത്വമാണ്. എന്നാൽ ആ അറഫ ദിവസം ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിൽ ഖൈറു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന ദിക്ർ മാത്രം അവരങ്ങ് വർദ്ധിപ്പിച്ചാൽ അവന് സ്വർഗത്തിന്റെ വലിയ സ്ഥാനങ്ങൾ അവനക്ക് കിട്ടുമെന്നാണ്. അവൻ ഒരുപാട് പദവികൾ അല്ലാഹുവിന് കൊടുക്കുന്നതാണ്. മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു അതിന്റെ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാ മിനസ്സനതി യൗമിൻ അഹബ്ബു ഇലയ്യ അൻ അസൂമഹു മിൻ യൗമി അറഫ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നു, വർഷത്തിൽ അറഫ ദിനത്തേക്കാൾ ഞാൻ നോമ്പെടുക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസവും ഇല്ല എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ ആ സുവർണമായ ആ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ നമ്മളിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കടന്നു വരികയാണ്. ഞാനും അതുപോലെ നമ്മൾ ഓരോരുത്തരും ആ നോമ്പിന്റെ പ്രസക്തിയും കൂലിയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബങ്ങളോടും നമ്മുടെ മക്കളോടും നാമുമായി ബന്ധപ്പെട്ട ഓരോരുത്തരോടും കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കുകയും അവരെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കുകയും ചെയ്താൽ നമുക്കും അവർക്കുമെല്ലാം സന്തോഷങ്ങൾ അല്ലാഹു ഇങ്ങനെ ജീവിതത്തിൽ ഏറ്റിത്തരുന്നതാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അല്ലാഹു പിടിക്കാനും ധാരാളം അമലുകളുമായി ബന്ധപ്പെടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇങ്ങനെ അനവധി ഫളായിലുകളാണ്, ശ്രേഷ്ഠതകളാണ് അറഫ നോമ്പുമായി നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മൻ സ്വാമ യൗമ അറഫ അഅതാഉല്ലാഹു സവാബൻ മിസ്ല സവാബി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരാൾ അറഫ ദിവസം നോമ്പെടുത്താൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുന്നതാണ് എന്ന്. ഈസാ നബിയുടെ പ്രതിഫലം എത്രത്തോളം? ഈസാ നബിയുടെ ചരിത്രം പഠിച്ച തീരോ? ഈസാ നബി വഫാത്തായോ? നമ്മളത് ചിന്തിക്കണം. ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വലിയ പ്രതിഫലമാണ് അറഫ നോമ്പ് പിടിച്ച ഒരു വ്യക്തിക്ക് അല്ലാഹു കൊടുക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പല ചരിത്രങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.
അറഫാ ദിവസത്തേക്കാൾ കൂടുതൽ അള്ളാഹു അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അറഫാ ദിവസത്തിലാണ് ഏറ്റവും അധികം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ഫുഖഹാക്കളും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും നരകമോചനത്തിന്റെ ദിവസം എന്ന് തന്നെ അറഫാ ദിവസത്തിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അറഫാ ദിനം നരകമോചനം തേടുക, നാം അതിന് തയ്യാറാകണം. നമ്മളൊക്കെ വെറും പാപികളും സാധുക്കളുമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളാൽ പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തവരാണ്. നമ്മൾ തെറ്റിന് കൂട്ടുനിന്നവരാണ്, തെറ്റ് പറഞ്ഞു പോയവരാണ്, പ്രവർത്തിച്ചു പോയവരാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ഓരോ സമയങ്ങൾ അല്ലാഹു നമുക്ക് നൽകുമ്പോൾ നാം അതിനെ വേണ്ടതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നിസാരപ്പെടുത്തലല്ല വേണ്ടത്, വേണ്ടതുപോലെ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നാം ഒറ്റപ്പെടുന്ന ഖബറിലാണ് അതിന്റെ വലിയ കൂലി കിട്ടുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞില്ലേ, ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ട്, എന്താ? യാ ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സ്വർഗ്ഗത്തിൽ മുത്തുകളും അതുപോലെ മാണിക്യങ്ങളും സ്വർണവും വെള്ളി എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരമുണ്ട് ആയിഷ എന്ന് പറഞ്ഞു. യാ റസൂലല്ലാഹ് ലിമൻ ഹാദ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞാൽ സംശയം നമ്മളെ പോലെയല്ലേ, ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു, എന്നാൽ അത് അവരോട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചോദിക്കൂല, അത് ഏതെങ്കിലും പൊതു പ്ലാറ്റ്ഫോമിൽ വെച്ചോട് ചോദിക്കും. കമ്മിറ്റി ഒരു തീരുമാനം എടുത്തില്ല എന്ന് നമ്മൾ കമ്മിറ്റിയോട് ചോദിക്കണം. ഉസ്താദ് ഒരു ഇന്ന് പറഞ്ഞാൽ അത് ഉസ്താദിനോട് ചോദിക്കണം. അതല്ലേ അതിൻ്റെതായ വശങ്ങൾ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. അതിങ്ങനെ എവിടെയൊക്കെയാണ് പറയാൻ പറ്റുക അവിടെയൊക്കെ ഇങ്ങനെ പറയും. ആയിഷ ബീബി അങ്ങനെയല്ല. ഇവിടെയൊക്കെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത്. നമ്മുടെ പ്രവാചകനെയും പ്രവാചകന്റെ ഭാര്യമാരെയും മക്കളെയും അങ്ങനെ തലമുറകളെ നമ്മൾ പാരമ്പര്യമാക്കണം. മുസ്ലിമിന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കൊട്ടാരം ഉണ്ട് ട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ബീബി, യാ റസൂലല്ലാഹി ലിമൻ ഹാദ? അത് ആർക്കുള്ളതാണ് നബിയെ? ഖാല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മറുപടി പറയുകയാണ്, ലിമൻ സ്വാമ യൗമ അറഫ. അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുന്നവർക്കുള്ളതാണ്. അറഫ ദിവസം നോമ്പനുഷ്ഠിക്കുന്നവർക്കാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ആയിഷ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം വെള്ളിയാഴ്ചയും അറഫ ദിവസവുമാകുന്നു. അത് രണ്ടിലും കാരുണ്യമുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസവും, മനസ്സിലാക്കണം, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസം വെള്ളിയാഴ്ചയും അറഫ ദിവസവുമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇബ്ലീസിന് വല്ലാത്ത ദേഷ്യമാണ്. കാരണം അല്ലാഹുവിന്റെ അടിമകൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ അവരതാ സ്വലാത്ത് ചൊല്ലുന്നു, സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നു, ഖബർ സിയാറത്ത് ചെയ്യുന്നു. അത് മാത്രമല്ല, മുഅ്മിനീങ്ങൾ ഇങ്ങനെ എല്ലായിടങ്ങളിലും ഒരുമിച്ച് കൂടി ആ ജുമഅയിൽ പങ്കെടുക്കുന്നു. അവരവരുടെ സ്നേഹബന്ധങ്ങൾ ചേർക്കുന്നു, അവരുടെ സന്തോഷങ്ങൾ പങ്കിടുന്നു. അല്ലേ, ജുമഅ ദിവസം ഓരോ ഇടങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കാണാം, എല്ലാവരും അവരുടെ നാട്ടിലുള്ള പള്ളികളിലൊക്കെ ഒരുമിച്ച് കൂടുന്നു. ഇതൊന്നും ഇബ്ലീസിന് ഇഷ്ടപ്പെടൂല. ഇബ്ലീസിനൊന്നും ഇഷ്ടമില്ലാത്ത കാര്യ. അതാണ് നമ്മൾ എന്ത് ചെയ്യും, ഖുതുബക്ക് മുമ്പ് എന്ത് ചെയ്യും, പള്ളിയിലേക്ക് എത്തിക്കണ്ട എന്തെങ്കിലൊക്കെ കാരണങ്ങൾ പറഞ്ഞെന്ത് ചെയ്യും, നമ്മളെ ഇബ്ലീസ് അങ്ങോട്ട് ഭിന്നിപ്പിക്കും. നമ്മുടെ ബാക്കിലേക്ക് കൊണ്ടുവരാണ്, ഭിന്നിപ്പിക്കാണ്. ഇപ്പൊ പോണ്ട, നീ അവിടെ മുല്ലാക്ക മാസ്റ്റർ വിളിക്കട്ടെ, ആ മുപ്പരെന്തൊക്കെ പറയണ്ട അവിടെ, അത് കഴിയട്ടെ, അല്ലേ? നമ്മളെ ഇബ്ലീസ് അത് നമ്മളെ നന്നാക്കാനല്ല, നമ്മളെ വലാലത്തിലേക്ക് വഴികേടിലേക്ക് കൊണ്ടുപോകാനാണ്.
കാരണം എന്താ? ഹബീബ റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല സ്വഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഹദീസിലില്ലേ, അങ്ങനെ ഹുത്തുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നീ കടന്നു വന്നാൽ നിനക്ക് ഒരു സവാബ് കിട്ടില്ല. കാരണം എന്താ? എല്ലാ ഏടുകളും അടക്കപ്പെട്ടു അല്ലേ? അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയിലേക്ക് നമ്മൾ തെരഞ്ഞെടുത്തു, അതെല്ലാ MLA-മാരും അവരൊക്കെ കൂടി എല്ലാവരുടെയും ആ തീരുമാനം അനുസരിച്ച് എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി VD സതീശൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് അവിടെ തീരുമാനമായി എന്നതുപോലെ തന്നെ ഖുതുബക്ക് ഇവിടെ മലക്കുകൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ അടച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ ഡ്യൂട്ടിക്ക് കയറി. അവർ ഖുതുബ കേൾക്കാൻ, അവർ നിസ്കരിക്കാൻ, അതുമായി ബന്ധപ്പെടാൻ. ഇനി എന്റെ പേരും കൂടി ഒന്ന് എഴുതി വെച്ച് ഞാൻ ഇന്ന കാരണത്താലാണ് വൈകിയത് ഒന്ന് രേഖപ്പെടുത്തുന്ന പോയി പണിയൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ആരുടെ പാർട്ടിയായോ? ഹബീബായ റസൂലുള്ളാഹിയുടെ പാർട്ടിയാണോ ഇബ്ലീസിന്റെ പാർട്ടിയാണോ? ബുദ്ധി കൊണ്ട് ചിന്തിക്ക് നന്മയിലേക്ക് വരിക. അല്ലാഹു നന്മയുടെ അധികാരിൽ പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഇബ്ലീസിന് ഏറ്റവും ദേഷ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അതുപോലെ അറഫ മൈതായ കുന്നിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട ഹാജിമാര് ദ്വാരക്കാണ്, പടച്ചവനെ വെട്ടിക്കാട്ടുകുന്ന് ബദരിയ മുസ്ലിം ജമാഅത്തിൽ നിന്ന് ഞങ്ങൾ ഹജ്ജിന് പോരാൻ നേരത്ത് ഞങ്ങളെ യാത്രയാക്കിയവരാണല്ലോ തമ്പുരാനെ. ആ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹുവേ നീ ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാ, ആ നാട്ടിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് ഒരു ഹാജി അറഫ കുന്നിൽ നിന്നുകൊണ്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ സാദിഖുൽ മസ്തൂഖായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ആ ദുആഇനെ തട്ടിക്കളയൂല, അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നമ്മൾ ഇത്ര ത്യാഗം സഹിച്ച് പൈസ മുടക്കിയൊക്കെ യാത്രയൊക്കെ ഓരോ മഹല്ലുകൾ വെക്കുന്നത് ദുആ കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വീണ്ടും റസൂലുള്ളാഹി ഈസാ ബീവിയോട് പറയുകയാണ്, യാ ആയിഷ, അറഫ ദിവസം നോമ്പെടുക്കുന്നവന് നന്മയുടെ 30 കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കും. ഒരു കവാടമല്ല, 30 കവാടങ്ങൾ അല്ലാഹു തുറന്നു കൊടുക്കുകയും തിന്മയുടെ 30 കവാടങ്ങൾ അല്ലാഹു അടച്ചു കളയുകയും ചെയ്യുന്നതാണ്. അവൻ ആ നോമ്പ് തുറക്കും നേരം വെള്ളം കുടിപ്പിക്കുമ്പോൾ, അതല്ലേ നമ്മുടെ പള്ളിയില് അൽഹംദുലില്ലാ അറഫ നോമ്പിന്റെ അന്ന്, ബറാഅത്തിന്റെ അന്ന്, റജബ് 27 അന്നൊക്കെ എന്ത് ചെയ്യും? അൽഹംദുലില്ലാ നമ്മുടെ പരിപാലന സമിതികൾ എന്ത് ചെയ്യും? നോമ്പ് തുറക്കാനുള്ള ചെറിയ രീതിയിലുള്ള വിഭവങ്ങൾ ഒരുക്കാറുണ്ട്. കാരണം എന്താ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി പറഞ്ഞതാണ്, ആ നോമ്പ് തുറക്കും നേരം വെള്ളം കുടിക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകളും അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. എല്ലാ ഞരമ്പും, നമ്മുടെ ശരീരത്തിൽ എത്രയും ഞരമ്പുണ്ട്. കുല്ലു അറക്കിൻ ഫീ ജസദിഹി, പറയാണ് അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഈ മനുഷ്യന് നീ കൃപ ചെയ്യണേ അല്ലാ, ഈ മനുഷ്യന് നീ കരുണ ചെയ്യണേ അല്ലാ എന്ന് പ്രഭാതം വരെ പറഞ്ഞുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് അറഫ നോമ്പിന്റെ കൂലി. അൽഹംദുലില്ലാഹ് ഈ വരുന്ന ബുധനാഴ്ചയാണത്. എല്ലാവരും പിടിക്കണം, നമ്മുടെ മക്കളെ കൊണ്ട് പിടിപ്പിക്കണം, കുടുംബക്കാരോട് പറയണം, അയൽവാസികളോട് പറയണം, എല്ലാവരിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. അള്ളാഹു പിടിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.